നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1062nd day. Today 11th sloka of Pradhamaskandam 14th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1062 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 14ാമത്തെ അധ്യായത്തിലെ 11ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 14ാമത്തെ അധ്യായത്തിലെ 11ാമത്തെ ശ്ലോകം. പശ്യോൽപാദാൻ നരവ്യാഘ്ര ദിവ്യാൻ ഭൗമാൻ സദേഹികാൻ ദാരുണാൻ ശംസദോ ദൂരാത് ഭയം നോ ബുദ്ധിമോഹനം. ഓം തത്സത്. പശ്യോൽപാദാൻ നരവ്യാഘ്ര ദിവ്യാൻ ഭൗമാൻ സദേഹികാൻ ദാരുണാൻ ശംസദോ ദൂരാത് ഭയം നോ ബുദ്ധിമോഹനം. ഓം തത്സത്. അതായത് പദം പിരിക്കേണ്ടത് പശ്യ ഉൽപാദാൻ നരവ്യാഘ്ര ദിവ്യാൻ ഭൗമാൻ സദേഹികാൻ ദാരുണാൻ ശംസദോ ദൂരാത് ഭയം ന ബുദ്ധിമോഹനം. ന എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബുദ്ധിമോഹനം, ഭയം, ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്നതായിട്ടുള്ള ആ ഭയം. അദൂരാത് ശംസദ. ശംസദോ ദൂരാത് എന്നുള്ളത് അദൂരാത്. ശംസദോ ദൂരാത് എന്നാണ് അത്. ശംസദ അദൂരാത് അടുത്തു എന്ന് അറിയിക്കുന്ന ദാരുണാൻ ഭയങ്കരമായിട്ടുള്ള ദിവ്യാൻ ഭൗമാൻ. ദിവ്യാൻ എന്ന് പറഞ്ഞാൽ ആകാശത്തിലും ഭൗമാൻ ഭൂമിയിലും കാണപ്പെടുന്നവയും സദേഹികാൻ ദേഹത്തിലുണ്ടാവുന്നതായിട്ടുള്ളതും ആയ ഉൽപാദാൻ ദുർലഭക്ഷണങ്ങളെ നരവ്യാഘ്ര അല്ലയോ പുരുഷസിംഹ പശ്യ കണ്ടാലും. പശ്യ എന്ന് പറഞ്ഞാൽ കണ്ടാലും, നോക്കിക്കാണുന്നതിനാണ് പശ്യ എന്ന് പറയുന്നത്. അതായത് അല്ലയോ മനുഷ്യരിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഭീമ, നമ്മുടെ ദേഹത്തിലും നമ്മുടെ ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്നതായിട്ടുള്ള കഠോരമായിട്ടുള്ള ആ ഭയം നമ്മുടെ ദേഹത്തിലും ആകാശത്തിലും ഭൂമിയിലും അതായത് പ്രകൃതിയിലും നീ ഉണ്ടാവുന്നതിനെ നീ കാണുക, നോക്കൂ. നമ്മുടെ ചുറ്റും അതിഭയങ്കരമായിട്ടുള്ള ഘോരമായിട്ടുള്ള ദുർനിമിത്തങ്ങളൊക്കെ ഉണ്ടാകുന്നു. പ്രകൃതിയിൽ ആകാശത്തിലും ഭൂമിയിലും നമ്മുടെ ശരീരത്തിലും ഒക്കെ ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്നതായിട്ടുള്ള ആ കഠോരമായ ഭയം, മരണഭയത്തെ ആയിരിക്കാം ധർമ്മപുത്രർ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ കഠോരമായിട്ടുള്ള ഭയത്തെ രസിക്കുന്നതായിട്ട് കാണാം. നീ അത് നോക്കി കാണുക, നീ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ള അർത്ഥത്തിൽ കണ്ടാലും എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണ്. അത്രയ്ക്കും ഭയങ്കരമായിട്ടുള്ള ദുർനിമിത്തങ്ങളും ശാരീരികമായിട്ടും മാനസികമായിട്ടും പ്രകൃതിയിലും എല്ലാം അദ്ദേഹം കാണുകയാണ്. അർജുനനാണെങ്കിൽ വളരെ നാളായിട്ട് ശ്രീകൃഷ്ണനെ കാണാൻ പോയിട്ട് തിരിച്ചു വന്നിട്ടും ഇല്ല. ഒക്കെ കൂടി ഭീമനോട് തൻ്റെ മനോഗതം പറയുന്നതാണ് നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. പശ്യോൽപാദാൻ നരവ്യാഘ്ര ദിവ്യാൻ ഭൗമാൻ സദേഹികാൻ ദാരുണാൻ സംസദോ ദൂരാത് ഭയം നോ ബുദ്ധിമോഹനം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാലത്ത് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.